ചേട്ടാ അവരെന്നെ മാനസികമായിട്ട് ഉപദ്രവിച്ച് ചേട്ടാ. അവരെന്നെ ഭയങ്കര രീതിയിൽ തല്ലി മർദ്ദിച്ച് അവശനാക്കി. അവരിങ്ങനെയൊന്നും അല്ല വിചാരിച്ചേക്കുന്നത്. ഒരു പുരുഷനെന്ന നിലയിൽ പോലും അവർ ഇട്ടിട്ട് മർദ്ദനം എന്ന് പറഞ്ഞാൽ മാന്തുക, പിച്ചുക, അടിക്കുക കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇതുണ്ട്. ഇപ്പോൾ പാടുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ, അതെന്തായാലും ഭയങ്കര വേദന എടുക്കേണ്ടത്. അതാണ് തലക്ക് കെട്ടി വെച്ചിരിക്കുന്നത്. തലക്ക് ഭയങ്കരമായിട്ട് ക്ഷതമേറ്റിട്ടുണ്ട്. കാരണം ഇതൊരു ആൾക്കും വരെടുത്ത്. കാരണം ഇന്നലെ 2,000-3,000 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മൊത്തം അവരിവിടെ കയറിപ്പോയിട്ട് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി, കയ്യിൽ നിന്ന്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ട ആളിനെ അറിയാമായിരിക്കുമല്ലോ. അയ്യോ, ഇതാണ് ഒരു അളിഞ്ഞ ജോസ് പെരേര. ഇവനെ എന്തുവാടേ, നിനക്ക് വയ്യേടേ. ഓ, ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്ന ഈ മൊണ്ണേനെ മാത്രമേ കാണാനുള്ളൂ. ഇവൻ എന്തുവാ കാണിക്കുന്ന, എന്തോ പട്ടിഷോ എന്ന് മാത്രമേ പറയാനുള്ളൂ. രേണുസുതിയുടെ ഒരു വാക്യാണ് ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്നത്. അവൻ്റെ ഇന്നൊരു നാടകമായിട്ട് വന്നിരിക്കുക. കയ്യിലൊരു കെട്ടും കെട്ടി തലയിലൊരു കെട്ടുമൊക്കെ കെട്ടി അവൻ ഏതോ ഡയറക്ടറോ കാറിനകത്തിട്ട് ഇടിച്ചെന്നോ പിടിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പട്ടിഷോ ആയിട്ട് വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ വെറുതെ അഭിനയം മാത്രമാണ് ഇവൻ്റെ ഇതൊക്കെ. ഇവനെന്താ സാമാന്യ ബോധമില്ലേ? അല്ലെങ്കിൽ ഇവൻ്റെ ബന്ധുക്കാർക്കോ അല്ലെ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ്റെ അച്ഛനും ഇതേ രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പം അച്ഛൻ്റെ മകനല്ലേ ഈ രീതിയിലേ വരത്തുള്ളൂ. ഒരു കഴിവുമില്ല, ഒരു മണ്ണാങ്കട്ട ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഈ വൈറലായെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു കഴിവുമില്ല, ഒന്നുമില്ലാത്ത ഒരുത്തൻ എങ്ങനെയോ ഈ പൊട്ടക്കണ്ണം മാവേട്ടെറിഞ്ഞപ്പോൾ മാങ്ങ വീണു എന്ന് പറഞ്ഞ പോലെ എങ്ങനെയോ ഒന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷം ഇവൻ മാത്രമാണ് കുറേ കല്യാണ വീട്ടിലുണ്ടാകും ഇവനെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാണാം. എവിടെയെങ്കിലും ഏതെങ്കിലും പുതിയ സിനിമകൾ ഇറങ്ങിയാൽ അവിടെ ഉണ്ടാകും, തിയേറ്ററിലുണ്ടാകും ഇവനൊക്കെ. എന്തു കാണിക്കുന്ന പട്ടിഷോ എന്ന് തന്നെ പറയാണ്. ഒരു ബോധവും പൊക്കണോ ഇല്ലാത്ത ഒരുത്തൻ. എന്നാണ്ട് 25 വയസ്സില്ലാന്ന് തോന്നുന്നു, അത്രയും പ്രായമുള്ളൂ ഇവന്. പക്ഷേ ഇവൻ കാണിക്കുന്ന പട്ടിഷോയ്ക്ക് ഒരു കയ്യും കണക്കും വേണ്ടേ? കണ്ട് മടുത്തു. ഇന്നിപ്പം എന്താ, ഞാൻ പറഞ്ഞല്ലോ, കയ്യും കെട്ടി തലയൊക്കെ കെട്ടി ആരാണ്ട് അടിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുക. വെറുതെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഓരോരോ പേക്കൂത്തുകൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ബിഗ് ബോസിൽ, കാരണം ഒരു കഴിവില്ലാത്ത രേണുസുതി വരെ ബിഗ് ബോസിൽ എടുത്തല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കാണിച്ച് വൈറലായി ബിഗ് ബോസിൽ കയറാനുള്ള പരിപാടിയാണ് ഈ അളിഞ്ഞ ജോസ് പെരേര, ഈ പൊണ്ണച്ചൻ കാണിക്കുന്നത്. എങ്ങനെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ മിണ്ടാതിരിക്കും? എങ്ങനെ മിണ്ടാതിരിക്കുമെന്ന് പറ. ഇവൻ ഒരു മാസങ്ങൾക്ക് മുന്നേ ഏതോ ഒരുത്തിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതേപോലെ ഒരു പട്ടിഷോയും കാണിച്ച് അവൻ വന്നിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ചു ശരിയാണ്, സത്യമാണ് എന്ന് വിചാരിച്ചു. പക്ഷെ അതും ഒരു എന്തോ ജനങ്ങളെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാണെന്ന് പറഞ്ഞു. അതിന് പറ്റിയ ഒരുത്തിനെയും കിട്ടി, അവളും കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പട്ടിഷോ കാണിച്ചു. ഇതുപോലെ കുറേ എണ്ണങ്ങളുണ്ട്. ഇപ്പം എന്ത് ചെയ്തിട്ടാണേലും ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് പെടുക. അതിൽ ഈ അളിഞ്ഞ ജോസ് എന്ന് പറയുന്ന ഇവൻ കുറേ നാളായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഏതോ ഒരു ഡയറക്ടർ ഇവനെ അടിക്കുക പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു, അത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇപ്പം ഇവൻ ഈ ഒരു നാടകം കാണിച്ചുകൊണ്ട് കുറേ തലയും കെട്ടി കുറേ മൂക്കയിലൊക്കെ മറ്റേ ഈ ബാൻഡേജൊക്കെ ഒട്ടിച്ചു വെച്ച് വന്നിട്ട് അയാൾ എന്നെ തല്ലി, അയാൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഇത്ര പോലും നട്ടലുള്ള ആണുങ്ങൾ ഇല്ലേടെ ഇതുപോലുള്ള ഇവനായിട്ടൊക്കെ 2 എണ്ണം പൊട്ടിക്കാനായിട്ട്. എന്ത് പട്ടിഷോയെ കാണിക്കുന്നത്? എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ പാടാനോ അല്ലെ അഭിനയിക്കാനോ എന്തെങ്കിലും കഴിവുള്ള ഒരുത്തനാണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിച്ചു കൊടുക്കുക. ഇത് ഒരു കഴിവുമില്ല, ഒരു മണ്ണാങ്കട്ട ഇല്ലാത്ത ഒരുത്തൻ. ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവനെ പൂര തെറിയാണ് ഇവനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര ട്രോള് കേട്ടാലും തെറി കേട്ടാലും നെഗറ്റീവ് കേട്ടാലും ഒരു നാണോ ഇല്ല കുലുക്കോ ഇല്ലാത്ത ഒരുത്തൻ വീണ്ടും ഓരോ ദിവസവും ഓരോരോ പട്ടിഷോയും കാണിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസം ഇവൻ്റെ അമ്മൂമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അച്ഛൻ ഗൾഫിലെങ്ങാണ്ടായിരുന്നു. അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നു. എന്നിട്ട് അച്ഛനാണെങ്കിൽ മകനെക്കുറിച്ച് ഭയങ്കര പുകഴ്ത്തില്ല. എന്നിട്ട് അച്ഛൻ പറയുക ഇവൻ ബിഗ് ബോസിൽ കയറേണ്ട ഒരാളായിരുന്നു, അവർ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് മകൻ ഇങ്ങനെ ആയതിൻ്റെ കാരണക്കാരൻ ആരാണ്? അച്ഛൻ ഓൾറെഡി ഇതിനപ്പുറത്തെ ഒരു എന്താ പറയുക, അതിന് പറയാൻ വാക്കുകളില്ല.
പ്രതികരിച്ച് പോകുവാണ്. ഇന്ന് ഇൻസ്റ്റഗ്രാം തുറന്നിട്ട് ഇവൻ്റെ ഈ പട്ടി ഷോയാണ് കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി. എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കഴിവുമില്ലാത്ത ഇവനെ പോലുള്ളവരെ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഹൈപ്പ് കൊടുക്കുന്നത്? എന്തെങ്കിലും കഴിവുണ്ടോ ഇവനൊക്കെ? എന്തെങ്കിലും കഴിവ്? ഒന്നുമില്ല. ശകലം ബുദ്ധിയോ ബോധമോ ഒന്നുമില്ലാത്ത ആൾക്കാർ കളിയാക്കിയാൽ പോലും അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്ത ഇവനെ പോലുള്ളവരെയൊക്കെ എന്തിന് ഇത്രത്തോളം ഹൈപ്പ് കൊടുത്ത് ആൾക്കാർ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവനെയൊക്കെ ഉണ്ടല്ലോ നല്ല നല്ല അടി കൊടുത്തിട്ട് എന്തെങ്കിലും പണിക്ക് പോകും. നല്ല പൊണ്ണത്തടി ഉണ്ടല്ലോ ഇവനൊക്കെ. അതും വെച്ച് വല്ല പണിക്ക് പോയി വല്ല ജീവിക്കാനുള്ള. ഇനി ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് രാവിലെ അങ്ങോട്ട് ഇറങ്ങും, ഓരോ പട്ടി ഷോയും കാണിച്ച് അങ്ങ് ഇറങ്ങും. എങ്ങനെ പറയാതിരിക്കും എന്ന് പറയാം. കണ്ട് 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 മടുത്തു. നമ്മൾ ഇതുപോലെ കണ്ടുകൊണ്ടിരുന്ന ഒരുത്തിയാണ് രേണുസുതി. അത് പിന്നെ ഓൾറെഡി ബിഗ് ബോസിൽ പോയതുകൊണ്ട് തന്നെ ഇപ്പം ആ ഷോയുടെ അകത്താണ്. സോഷ്യൽ മീഡിയയിലുള്ള അഴിഞ്ഞാട്ടം ഇല്ല. ഇനിയിപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വരുമ്പോഴായിരിക്കും നമുക്ക് തലവേദന ഉണ്ടാക്കാൻ പോണത്. ഇപ്പോൾ രേണു ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കുറവ് നികത്താനാണെന്ന് തോന്നുന്നു ഈ ഒരു മൊണ്ണ ഇറങ്ങിയിരിക്കുവാണ് ഓരോ പട്ടി ഷോയും കാണിച്ച്. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഒരു കഴിവില്ലാത്ത, ഒരു മണ്ണാങ്കട്ട ഇല്ലാത്ത ഒരുത്തൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെയാണ് എനിക്ക് ഇവനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ഈ ഒരു രീതിയിലെങ്കിലും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ അളിഞ്ഞവനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം.